പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഗസ്റ്റ് ഹൌസിന് മുന്നിലേക്ക് റോഡ് ഷോ എത്താൻ പോവുകയാണ്. ഹോസ്പിറ്റൽ ജംഗ്ഷനും കടന്ന് റോഡ് ഷോ മുന്നോട്ട് വരികയാണ്. റോഡിന് ഇരുവശവും അണികൾ ആവേശത്തിലാണ്. പുഷ്പങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. പുഷ്പവൃഷ്ടി നടത്തുകയാണ്. അണികൾ ആവേശത്തിലാണ്. കൊച്ചിക്ക് മറക്കാനാവാത്ത ഒരു രാത്രി സമ്മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അണികൾക്ക് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവേശം തോന്നുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോകുന്നത്. അത് ബോട്ട് ജെട്ടിക്ക് മുൻവശത്തു കൂടിയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കാൻ പോവുകയാണ്. ആവേശത്തിലാണ് അണികൾ. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം എത്തിച്ചേർന്നു. ടോം നിൽക്കുന്നത് ഗസ്റ്റ് ഹൗസിന് മുന്നിലാണല്ലോ. അവിടെ എത്തിയോ റോഡ് ഷോ? മഞ്ജുഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇപ്പോൾ സുഭാഷ് പാർക്ക് പിന്നിട്ടിരിക്കുകയാണ്. സുഭാഷ് പാർക്ക് പിന്നിട്ട് ഇപ്പോൾ എറണാകുളം കമ്മീഷണർ ഓഫീസ്, കൊച്ചി കമ്മീഷണർ ഓഫീസിന് തൊട്ട് സമീപത്തെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കും. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തോടു കൂടിയാണ് BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. പുഷ്പവൃഷ്ടിയോടുകൂടി അദ്ദേഹത്തിന് മേൽ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ, അതായത് തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ചകൾ കൊച്ചിക്കൊരു ആവേശ കാഴ്ചയാണ് ഈ രാത്രി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയം മുൻപായിരുന്നു KPCC ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചത്. KPCC ജംഗ്ഷനിൽ നിന്നും സുഭാഷ് പാർക്കിലൂടെ ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. കമ്മീഷണർ ഓഫീസിൽ നിന്നും അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ സമാപിക്കുന്ന എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് സമീപത്തേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ എത്തും. അതിനുശേഷം അദ്ദേഹം നേരെ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലേക്കാണ് അദ്ദേഹം ഇന്ന് രാത്രിയിൽ ചെലവഴിക്കുന്നത്. വലിയ ആവേശ കാഴ്ചയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ BJPയുടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള BJPയുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തകർ, അതായത് കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീകൾ, വയോജനങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ എറണാകുളത്തേക്ക്, കൊച്ചി നഗരത്തിലേക്ക് ഒഴുകി എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 3 മണി മുതൽ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതായത് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടായിരുന്നു പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാത്തുനിന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അല്പസമയത്തിനകം ഈ റോഡ് ഷോ സമാപിക്കുന്ന വേദിയിലേക്ക് എത്തും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എറണാകുളം ലോ കോളേജിന് സമീപത്തേക്ക് അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കുന്ന കാഴ്ചകൾ വലിയ ആവേശകരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJPക്കും നരേന്ദ്രമോദിക്കും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. വലിയ ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് എറണാകുളത്തിന്റെ നഗരഹൃദയത്തിൽ കാണാൻ കഴിയുന്നത്. മണിക്കൂറുകളായുള്ള BJP പ്രവർത്തകരുടെ കാത്തിരിപ്പ് പൂവണിയുന്നു. അതായത് പുഷ്പവൃഷ്ടിയോടുകൂടി പ്രധാനമന്ത്രി അവർ വരവേൽക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, അതായത് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് സമീപത്ത് പൂക്കളുമായി അദ്ദേഹത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു. ദീപാലങ്കൃതമായ കൊച്ചി നഗരം, സാധാരണ ഒരു ഉത്സവാന്തരീക്ഷം. സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുന്നത് ന്യൂ ഇയർ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഇത്തരമൊരു കാഴ്ചകൾ, വർണ്ണാഭമായ കാഴ്ച കൊച്ചി നഗരത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാളും വലിയ ആവേശകരമായിട്ടുള്ള, അതിനേക്കാൾ വളരെ സുന്ദരമായ കാഴ്ചകളാണ് കൊച്ചി നഗരം ഇപ്പോൾ